എന്തായിരിക്കും ഇറാന്റെ ഭാവി? ഏതെങ്കിലും തരത്തിലുള്ള സമാധാന നീക്കങ്ങൾ വിജയം കാണാനുള്ള സാഹചര്യവും സാധ്യതയും ഇപ്പോൾ മുന്നിലുണ്ടോ? ഗോപികൃഷ്ണൻ, ഇതിനകത്ത് നമ്മൾ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ യുദ്ധം വാസ്തവത്തിൽ ഇറാൻ ഇറാന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു യുദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും, ഇവിടുത്തെ എല്ലാ പാനലിസ്റ്റുകളും യോജിക്കുന്ന ഒരു സംഗതിയാണ് അത്. അതായത് അമേരിക്കക്ക് ഏകപക്ഷീയമായി പ്രസിഡന്റ് ട്രംപ് തന്നെ ഇപ്പൊ ഈ ഏറ്റവും വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വിലയിരുത്തൽ അതിനെക്കുറിച്ച് വന്നത്, ട്രംപിന് പോലും ആവശ്യമില്ലാത്തൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ട്രംപിനെ വലിച്ചിഴച്ച ഒരു യുദ്ധമാണ് ഇത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇതിന്റെ ഏറ്റവും വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം, ഇസ്രായേലിന്റെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊജക്ടിന് ഒരു ത്രെട്ടായി നിൽക്കുന്നത് ഇറാൻ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് മേഖലയിൽ ആകെപ്പാടെ ഒരു ത്രെട്ടായിട്ട് ഇസ്രായേൽ കാണുന്നത് ഇറാനെയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ പരിപൂർണമായും അവിടുത്തെ ഭരണകൂടത്തെ മാറ്റി അത് ഇസ്രായേലി അനുകൂലമായിട്ടുള്ള, അതായത് 1979 മുമ്പത്തെ പഹ്ലവി ഭരണകൂടത്തിന്റെ അതേപോലെ നോക്കൂ. നമ്മൾ 1979 മുമ്പ് ഇറാൻ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ പ്രതിരോധ സഹകരണം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഏക രാജ്യം അന്ന് ഇറാനായിരുന്നു. പക്ഷെ അതിനുശേഷം ഇസ്ലാമിക് റവല്യൂഷന് ശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പുമായി വന്നു. ശരിയാണ്, ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് ഇറാൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങൾ അവരുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക്, അവരുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിക്ക് ഇറാൻ അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഇറാനോട് സ്വീകരിച്ച അതിശക്തമായ ഒരു ശത്രുതാ മനോഭാവമാണ് വാസ്തവത്തിൽ ഇറാനെ ആ നിലയിലേക്ക് എത്തിച്ചത്. നോക്കൂ, 1953 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്ന ഇറാൻ പ്രധാനമന്ത്രിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു തനി ഏകാധിപതിയായിട്ടുള്ള, ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള റിസാ ഷാ പഹ്ലവിയെ അമേരിക്ക അവിടെ സ്ഥാപിക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്തത്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇറാന്റെ എണ്ണ ഖനനവും അതിന്റെ വ്യാപാരവും ഒക്കെ നാഷണലൈസ് ചെയ്തു. അതിൽ അമേരിക്കൻ കമ്പനികൾക്ക് പങ്കാളിത്തം കൊടുത്തില്ല എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് പഹ്ലവിയെ അവിടെ അമേരിക്ക കുടിയിരുത്തുന്നത്. ആ പഹ്ലവിക്കെതിരെ ഉണ്ടായ ജനരോഷമാണ് വാസ്തവത്തിൽ ഇറാനിലെ വിപ്ലവത്തിലേക്ക് നയിച്ചത്. എന്ന് പറഞ്ഞാൽ അതിശക്തമായ ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു വിപ്ലവത്തിലാണ് അവിടെ ആയത്തുള്ള അലി ഖുമൈനി, ആദ്യം അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ, പിന്നീട് 89 അലി ഖാംനെയും ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയം അമേരിക്കയോടുള്ള എതിർപ്പ് തന്നെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, അമേരിക്കയാണ് അവിടുത്തെ ജനാധിപത്യത്തെ കൊല ചെയ്തത്. അവിടുത്തെ ഈ വിപണിയെ അല്ലെങ്കിൽ എണ്ണ സമ്പത്തിനെ കൊള്ളയടിക്കാനുള്ള അമേരിക്കയുടെ ശ്രമത്തെ എതിർത്ത ഭരണകൂടം എന്നുള്ള നിലക്ക് തന്നെ ആ ഒരു പോളിസിയിലാണ് അമേരിക്ക ഇതുവരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് അവിടെയുണ്ട്. അത് ഫ്രം റിവർ ടു ദ സീ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്ട്. ആ പ്രൊജക്റ്റിൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും ഇപ്പൊ ഈ അടുത്ത് തന്നെ അമേരിക്കയുടെ ഇസ്രായേൽ അംബാസഡർ അത് പറഞ്ഞു കഴിഞ്ഞു, ഏത് പ്രദേശത്തെയും തങ്ങൾക്ക് കീഴടക്കാനുള്ള ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തെ താൻ മാനിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഇസ്രായേലിന് അവകാശമുണ്ട്, ഇസ്രായേലിന്റെ ഒരു പ്രോമിസ്ഡ് ലാൻഡ് ആണത് എന്ന അർത്ഥത്തിലൊക്കെ. അപ്പോ വാസ്തവത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയും അതുപോലെ തന്നെ ഒരു എതിർപ്പ്, കൃത്യമായി ശത്രുതാ മനോഭാവം പുലർത്തുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. അതിന്റെ അർത്ഥം ഇറാനിലെല്ലാം ഭംഗിയാണ്, ഇറാന്റെ ഭരണകൂടം ചെയ്തതൊക്കെ നല്ലതാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവിടുത്തെ ഭരണകൂടം ചെയ്യുന്ന പലതരത്തിലുള്ള അധിക പ്രവൃത്തികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, അവർ സിറിയയിൽ നടത്തിയ ബഷാർ അൽ അസദിന് എതിരെ ഉണ്ടായ ജനകീയ പ്രക്ഷോഭത്തിനെ അടിച്ചമർത്തുന്നതിന് റഷ്യയുമായി ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ലെബനാനിൽ അവർ നടത്തുന്ന ഇടപെടലുകൾ, യമനിലെ ഇടപെടലുകൾ. അതാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ യമനിൽ ഹൂതികളെ കൊണ്ട്, ലെബനനിൽ ഹിസ്ബുള്ളയെ കൊണ്ട്, ഗസയിൽ ഹമാസിനെ കൊണ്ടൊക്കെ ഈ പ്രവർത്തികൾ ചെയ്യിക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രേരണ നൽകുന്നതും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുന്നതും എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇറാന് മേലുണ്ടല്ലോ. അതെ, അത് നോക്കൂ, നമ്മൾ ഓരോ രാജ്യത്തെയും പ്രശ്നങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെതായ സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രകൃതിപരമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ, ഫലസ്തീനിൽ നടക്കുന്നത്, ഹമാസ് നടത്തുന്നത് ഒരു സ്വാതന്ത്ര്യ പോരാട്ടമാണ് അവരുടെ ഭാഷയിൽ. എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ ഭൂമി കീഴടക്കിയ ഒരു രാജ്യത്തിന്റെ ഒരു ശത്രുവിന്റെ നേരെ, അല്ലെങ്കിൽ തങ്ങളുടെ ഭൂമിയും സ്വത്തുവകകളും
കീഴടക്കിയ ഒരു അധിനിവേശ ശക്തിക്കെതിരെ അവർ നടത്തുന്ന പോരാട്ടമാണ്. അതാണ് ഹമാസിന്റെ ആ പേരിന്റെ അർത്ഥം തന്നെ നോക്കൂ, അതൊരു പ്രതിരോധ പ്രസ്ഥാനമാണ് എന്നതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ പിന്തുണച്ച ചരിത്രം ലോകത്തെ എല്ലാ ശക്തികൾക്കും ഉണ്ട്. ഈ 19-18 നൂറ്റാണ്ടുകളിൽ നടന്ന കൊളോണിയൽ അധിനിവേശങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ആ കൊളോണിയൽ അധിനിവേശങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ധാരാളമായിട്ട് തദ്ദേശീയമായിട്ടുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ന്യായങ്ങളെ വാസ്തവത്തിൽ ഇസ്രായേലും അമേരിക്കയും ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ തന്നെ ഇറാനിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, ആ പ്രതിഷേധ പ്രകടനങ്ങളെ ഇത്രമാത്രം അക്രമാസക്തമാക്കിയതിന് പിന്നിൽ അമേരിക്കക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ മൊസാദ് പ്രത്യേകമായി വളരെ പച്ചയായി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. പക്ഷെ നോക്കൂ, എന്നിട്ട് അവിടെ നടക്കുന്നത് സെക്യൂരിറ്റി, അവിടുത്തെ ഇറാനിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ഏജൻസികൾക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ നടത്തുകയാണ് ഈ പ്രതിഷേധം എന്ന പേരിൽ. അതുപോലെ തന്നെ അവർക്ക് ന്യായമായ ആവശ്യങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഉപരോധത്തിന്റെ കീഴിൽ ഇറാനിയൻ കറൻസിയുടെ ഇടിവ് മൂലം, അതുപോലെ തന്നെ വിപണിയുടെ തകർച്ച മൂലമൊക്കെ അവിടുത്തെ ജനങ്ങൾ വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വളരെ അടിസ്ഥാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ആ പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ അവർക്ക് എതിർപ്പുണ്ട്, അവർ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഡിസംബറിലെയും ജനുവരിയിലെയും പ്രതിഷേധ പ്രകടനങ്ങൾ വളരെ വ്യക്തമായി ഓർക്കസ്ട്രേറ്റഡ് ആയിരുന്നു. അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെ കൂടെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥർ അവിടെ കൊല്ലപ്പെട്ടത്. എന്ന് മാത്രമല്ല, പള്ളികളടക്കം തകർക്കുന്ന നിലപാടിലേക്ക് ഈ പ്രതിഷേധക്കാര് മാറിയതിന്റെ പിന്നിലെ കാരണവും അത് തന്നെയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഒരു സോവറിൻ, സുപ്രീം സോവറിൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയും അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളൊക്കെ നിലവിലുള്ള ആ രാജ്യങ്ങളിൽ ഇത്തരം പ്രതിലോമ പ്രവർത്തനങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇറാൻ ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാർക്കും എത്രയോ ഇരട്ടി അവർ രംഗത്ത് വന്നു. അപ്പോ ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതായത് ഈ ഇറാൻ ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊജക്ട് വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അത് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇറാൻ ഇറാഖ് അല്ല എന്നുള്ളതാണ്. 2003 ഇറാഖ് അധിനിവേശം നടത്തി വിജയിപ്പിച്ച ബുഷിന്റെ അതേ സ്ഥാനത്തല്ല ഇപ്പോ അമേരിക്ക ഉള്ളത്. ട്രംപിന്റെ അമേരിക്ക ആകെ മാറിപ്പോയിരിക്കുന്നു. ബുഷിന് ഐക്യരാഷ്ട്രസഭയുടെയും യൂറോപ്യൻ യൂണിയന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ നാറ്റോ സഖ്യത്തിന്റെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കക്ക് ആ പിന്തുണയില്ല. അമേരിക്ക ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. കഴിഞ്ഞ ദാവോസ് ഇക്കോണമിക് ഫോറത്തിൽ വേൾഡ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ പോളിസിക്കെതിരെ, ഗ്രീൻലാൻഡിനെതിരെ അമേരിക്ക ഉന്നയിച്ച വാദത്തിനെതിരെ, കാനഡയ്ക്കെതിരെ അമേരിക്ക ഉന്നയിച്ച വാദത്തിനെതിരെ ലോകരാജ്യങ്ങളൊക്കെ രംഗത്ത് വന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, ആഭ്യന്തരമായി ട്രംപിന്റെ സ്ഥിതി വളരെയധികം പരിങ്ങലിലാണ്. അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത മിഡ് ടേം ഇലക്ഷനിൽ ട്രംപ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഇതൊരു എപ്സ്റ്റീൻ ഫയൽ ആകട്ടെ അമേരിക്കൻ ഭരണകൂടത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. അപ്പോ ഇതിൽ നിന്നൊക്കെ ഒരു ശ്രദ്ധ തിരിക്കുന്ന ഒരു പോളിസി കൂടിയാണ് ഇപ്പൊ യുദ്ധം. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.